ഓരോ നല്ലതും ഓരോ ബെടക്കും അപ്പപ്പനക്ക് എത്തുപാട്ടി തറകുള്ളോ മലക്കിങ്ങളെ നാണ് നേമക്കാക്കിറ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലു നോക്കറോ നിങ്ങ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് റഖീബ് അതീദ് ചൊല്ല മലക്കിങ്ങ ഉള്ളാർ റഖീബ് അതീദ് ചൊല്ല മലക്കിങ്ങ ഉള്ളാര് നിങ്ങ ആക്കിട ഓരോ നാളും ഓരോ ടൈമിലും നിങ്ങ ആക്കിയോണ്ടുള്ള ഓരോ സ്വരം അപ്പപ്പ നിരീക്ഷ വെച്ചിട്ട് റെക്കോർഡാക്കി വെക്കിട മലക്കുങ്ങ ഇതുപോലെ അതീദ് അതെ അല്ലാഹു തആല നിങ്ങൾക്ക് ഖൈർ തണ്ടുമാ ശർറ് തണ്ടുമാ അത് എടുത്തോളുക അപ്പപ്പ റെഡിയായിട്ട് നിന്നിട്ടുള്ള മലക്കുങ്ങ ഏത് മനുഷ്യരൊട്ടിക മലക്കുങ്ങ ഉണ്ടല്ലേ ആ മലക്കുങ്ങ റബ്ബടൊട്ട അപ്പപ്പ തങ്ങളെ വിഷയ എത്തുപാട്ടില്ലേ നാണ് വർത്തനെ ഇക്കുമ്പോ പോലും അത് നാണ് വർത്തമേ അല്ല നണ്ടൊട്ടിക റബ്ബ് നേമക്കാക്കിയ മലക്കുങ്ങ ഉള്ളാറല്ലേ ആ ഒരു വിയാറവുള്ളേ ഈമാനുള്ള മുസ്ലിമുടെ മനസ്സില് അവന്റെ മനസ്സിലൊരു തപ്പിട വിയാറ ഉദിക്കാല് അവനൊരു ഹറാമ് കാണാല് അവനൊരു ഹറാമു നടക്കാല് അവനൊരു ഹറാമു പിടിക്കാല് എന്നിട്ടാ നമുക്കൊരു നല്ല ജീവനുണ്ട് അതും കൂടി ചൊന്നിട്ട് നാനെന്റെ ഇണ്ടത്തെ വാതു നിപ്പാട്ട ഏത് ജീവനാ ഉഡ്ര ജീവന അല്ല ഉഡ്രത് തീന്നു പോണ്ടു അസറായത്ത് മഗ്രിബാവുക തെല്ലല്ല ഉള്ളോ മുഞ്ഞാണ്ട് നങ്ങ ഒട്ടിക അതാ സിയാറത്തുക പോയ നാണും നണ്ട ഉമ്മവും നണ്ട പെഞ്ഞയും നണ്ട മക്കവും നണ്ട പെഞ്ഞയുടെ ഉമ്മ നങ്ങ സിയാറത്തുക പോയ അങ്ങനെ നങ്ങ ഒരു മോത്തുലു ഇക്കുമ്പോ നണ്ട ഉമ്മ അതാ നണ്ടയിലു ചൊത്തു നണ്ട കാണ്ടി ചെറിയ വയസ്സ് നിന്റെ മാമികുള്ളോത് നിങ്ങ പെഞ്ഞയുടെ ഉമ്മകോ അപ്പ തമാശക നണ്ട പെഞ്ഞയുടെ ഉമ്മ ചൊത്തു എന്തൊരു ചെറിയ വയസ്സ് നിങ്ങളെ കാട്ടി വയസ്സ് ശരിയായിട്ടിക്കു പക്ഷേ അസറായി പോയിട്ട് ഇനി മഗ്രിബാവുക തെല്ലല്ല ഉള്ളോ അസറ മഗ്രിബുക ചെമ്മ ടൈമുണ്ടാ നേരായിട്ടും നാന് ചിന്തിച്ച അതൊരു സാമാന്യ ഒരു ഉമ്മട പൽക്ക എങ്കിലോ ആ പൽക്ക നേരായ പൽക്ക അല്ലേ ആ പൽക്ക കേട്ടിട്ട് നാണ് പോലും ചിന്തിച്ചു പോയ നക്ക് അസറായിടാ നക്ക് കൊന്തില്ലല്ലേ നണ്ട മഗ്രിബ് അസ്തമിക്കുക ടൈമായിത്താ നക്ക് കൊന്തില്ലല്ലേ ടൈമായിട്ട് കണ്ടെങ്കിലും നണ്ട അസർ കൽഞ്ഞിറല്ലേ ഇതുപോലെ നിങ്ങളെ അസർ കലിയുക ആയിത്താ ഒരാളും കൊന്തില്ലല്ലേ ഓ ഉമ്മ എത്ര കാലം അവിടെ ജീവിക്കടാട്ട് ഒരാളും ഗ്യാരണ്ടി ഇല്ല വിളിക്കുമ്പോ പോക റെഡിയാവണ്ട് പണ്ടില്ല ചൊന്നിട്ട് ഹട്ടകാട്ടൊക്കെ തീരുവോ എത്ര വലിയങ്ങളെ എതിരുള്ളു പവർ കാട്ടിയ മനുഷ്യായെങ്കിലും റൂഹ് പിടിക്കട മലക്ക് വരുമ്പോ ആ മലക്കുകളൊട്ടിക ഹട്ടകാട്ടൊക്കെ തീരുവോ വിളിക്കുമ്പോ പോവണ്ട് കേരളത്തില് മലപ്പുറം ജില്ലയില് താനൂര് ചൊല്ല റായത്തില് നടന്ന ഘട്ടന നിങ്ങ മറന്നില്ലല്ലേ ഇറിയട കാട്ടിയാറ ആൽമാര് മറിച്ചില്ലേ ചീമ പോയില്ലേ ആ കൂട്ടത്തില് പോണെന്നാല് 1.5 വയസ്സുള്ള ഒരു കിടാവു സമേത പോണെന്നാല് ഒരേ കുടുംബത്തെ മറിച്ചില്ലേ അപ്പ കൊറിയങ്ങ ഏതാ ഒരു ഫോട്ടോ കിട്ടിയപ്പാ ഞങ്ങളൊരു അവസ്ഥ നോക്കൊരു നിങ്ങ ഏതാ ഒരു ഫോട്ടോ കിട്ടിയപ്പ ആ മറിച്ച ആൽമാര് ഇങ്ങാ ചെന്നിട്ട് ഇടീ ഫോട്ടോ ഷെയർ ആക്കിയില്ലേ അതാ ഫോട്ടോ മറിച്ചങ്ങ അല്ലാത്തങ്ങളെ ഫോട്ടോ ഉണ്ട് പിന്നെ വന്നില്ലേ പക്ഷെ ഞാനൊന്നു കേക്കട്ട എന്തിക ഈ പെണിങ്ങളെ ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ ആക്കണായത് പടച്ചറപ്പട കോർട്ടില് ഉത്തര ചൊല്ലുകില്ലേ
അതേ പണ്ടത് നേരാ കലവാകൊന്നില്ല. ഓ ഉമ്മ നിങ്ങ ചെമ്മ ഖുർആൻ ഓതുറാറ്, ചെമ്മ ഇബാദത്ത് എടുക്കിടാറ്, കിട്ടിയ വാട്സപ്പില് പണ്ട് ഗ്രൂപ്പില് പണ്ടത് കിട്ടിയത് ഫോർവേഡ് ആക്കിടാറ്, അതൊരു കൊറിയ മെസ്സേജർ കീഴിൽ എഴുതി വെച്ചത് കണ്ട് ഇതൊരു 10 ആളുകൾ കടത്തിയെങ്കിൽ നിങ്ങൾ എല്ലാ വിഷയം ക്ലിയർ ആവിടോ. ഓണുകാർ ഇത് ചൊല്ലുക അധികാരം കൊടുത്തുറോ. ഓണ് നബിയാ മലക്കാ, ഓണുക യന്ത്ര ഇൽമുള്ളോ, പഠിപ്പില്ലാത്ത പടു ജാഹിലീക എന്തെങ്കിലും എഴുതി വിടുമ്പോ അത് കിട്ടിയ ഗ്രൂപ്പ് ഷെയർ ആക്കിയിട്ട് നിങ്ങളെ ആഖിബത്ത് ബെടക്കാക്കിരണ്ട, ഈമാനില്ലാട്ട ചത്തുപോകണ്ട. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തഖ്വത്തിൽ ജീവിച്ചാൽ മാർഗ ലാസ്റ്റ് വിജയമുള്ളൂ. ഉടനെ 2023 ഇലക്ഷന്റെ വിജയമല്ലോ. പാലക്കാർ വിജയിക്കുമ്പോ സന്തോഷിക്കണു വേണ്ടാണ്ടല്ലോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ദുനിയാവുടെ സന്തോഷത്തിൽ ആഖിറ മറന്നിട്ട് സന്തോഷിക്കണ്ട. ആഖിറ മറന്നിട്ട് ദുനിയാവിൽ കൊസിപ്പെട്ട ആൽമാരെ അല്ലാഹ് ഇഷ്ടപ്പെടില്ലാണ്ട് ഖുർആനിലൊന്നുമില്ല. ഏത് പാർട്ടിയും ഏത് പക്ഷവും അധികാരത്തുക വന്നെങ്കിലോ അതേ മുസ്ലിമീങ്ങ ഇസ്സത്താവിടെ എല്ലാ മനുഷ്യന്മാരെ ഒരുപോലെ കാണ്ടേ. നല്ല ജാത്യാതീത പക്ഷാധികാരത്തുക വരുമ്പോ സന്തോല വരൂ. പക്ഷേ ആ സന്തോല നിലനിൽക്കണോണ്ടില്ല. സന്തോല ദുനിയാവിടെ സന്തോലത്ത് ഒരു കൊണ ഉണ്ടു. നിലനിക്കട സന്തോലയപ്പോ ആഖിറത്ത് ഒന്നെത്തുമ്പോ സ്വർഗത്ത് ഒന്നെത്തുമ്പോ ആ സ്വർഗത്തിലെ എല്ലാ നിഅമത്തും കിട്ടിയിട്ട് ഈമാനുള്ള ആൽമാര് സ്വർഗത്തിക്ക് എത്തിയപ്പോ സ്വർഗത്തിക്ക് അങ്ങ് കിട്ട ഒരു വലിയ നിഅമത്തുണ്ട്. എന്തിനെ കൊത്തുണ്ടോ? അല്ലാഹുടെ കാണ്ട ഒരു സൗഭാഗ്യ. റബ്ബേ അങ്ങാറും അത് അർഹത ഉള്ളകല്ല. പക്ഷേ നിന്റെ മഹദ് ഫളല് ഞങ്ങളെ അർഹതര കാട്ടി വലിയത് റബ്ബേ. നിന്റെ വലിയ ഔദാര്യ കൊണ്ടു സ്വർഗത്തിൽ വെച്ചിട്ട് നിന്റെ കാണുകൊള്ളു വലിയ തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് താ റഹ്മാനേ. ആ സ്വർഗത്തിൽ എത്തിയിട്ട് റബ്ബടെ കണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. നാണ് ഗന്തി പോയ നന്റെ പക്ഷ ഗന്തിട്ട് മാത്ര കാര്യമില്ല. നാണൊന്നു ഗെല്ലണ്ടേ മുസ്ലിമേ, നാണൊന്നു ഗെല്ലണ്ടേ ഉമ്മമാരെ, നാണൊന്നു സോക്കാട്ടെ, നാനൊന്ന് വിജയിക്കണ്ടേ പെങ്ങള്. അത് എപ്പ നാന് വിജയിക്കണേണ്ടാവോ? SSLC ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രമല്ല, സയൻസ് എടുത്തത് കൊണ്ട് മാത്രമല്ല, സ്വർഗത്തിലെത്തിട്ട് നക്ക് നന്റെ റബ്ബടെ ഒന്ന് കാണണോ. ആ റബ്ബടെ എല്ലാ വെള്ളിയാസ വാരത്ത് കൊർക്ക റബ്ബടെ കാണ്ടങ്ങ ഉള്ളാറ്. എല്ലാ വെള്ളിയാസ റബ്ബടെ കാണുമ്പോ റബ്ബടെ കണ്ടിട്ട് ഈ ആൽമാര് അങ്ങനെ സ്വർഗത്തിലുള്ള അരമണയുടെ ഉൾക പോകുമ്പോ ഔത്തുല് കാത്തു വെച്ചിട്ടുള്ള പെഞ്ഞയുടെ മോത്തുലു ചന്ത കാണ്ട്, ഔത്തുലു കാത്തു വെച്ചിട്ടുള്ള മക്കളെ മോത്തുലു ചന്ത കാണ്ട്, സുബ്ഹാനല്ലാഹ് ഔത്തുക വന്നിട്ട് നൂളുടെ മാപ്പിളയുടെ മോത്തുലു ചന്ത കാണ്ട്. അല്ലാ ഇത് എന്തിനുടെ ചന്ത? മാപ്പിളയുടെ മോത്തുലു ചന്ത ഉണ്ടോ, പെഞ്ഞയുടെ മോത്തുലു ചന്ത ഉണ്ടോ? ഇത് സ്വർഗത്തെ വിഷയനാ ചൊന്നോണ്ടുള്ളോ. മക്കളെ മോത്തുലു ചന്ത ഉണ്ട്. ഈ ചന്ത എവിടെ വന്നോ? അല്ലാഹുടെ നോക്കിയപ്പാ നോക്കിയ ആല മോത്തുക കിട്ടിയ നൂറായിട്ടിക്കിട്, പ്രകാശായിട്ടിക്കിട്, വെൽച്ചായിട്ടിക്കിട്. അത് കേക്കട പെങ്ങള്, നിന്റെ PUC പഠിക്കുക പോകുമ്പോ, ഡിഗ്രിക പഠിക്കുക പോകുമ്പോ മേക്കപ്പും എത്തിട്ട് നിന്റെ ചുണ്ടുകൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നീ അതാ സ്പ്രേയും അടിച്ചിട്ട് നിന്റെ കോളേജിൽ പോകുമ്പോ നിന്റെ മോത്തുറ ഈ ചന്തത്ത് കൊറക്കൊണെ ഉണ്ടുടി. നേരായ ചന്ത എവിടെ കിട്ടുകൊണ്ടുണ്ട? സ്വർഗത്തിൽ അല്ലാടെ കാണുമ്പോ നിന്റെ മോത്തുക കിട്ട ഒരു പ്രകാശയില്ലേ. ആ പ്രകാശത്തുക ഒരു അന്തിമയില്ല, ആ പ്രകാശത്തുക ഒരു എണ്ടില്ല.
ആ പ്രകാശത്ത് ഒരു കൊനയില്ല. ആ സ്വർഗത്ത് ഒന്ന് എത്തിട്ട് നമുക്ക് റബ്ബിടെ കാണണു. മോമിനീങ്ങളെ നിങ്ങ തെച്ച പക്കത്തെ ഒരു തെല്ല് എഞ്ചിനിക്കിടാറാ. ഞാനൊരു ചെറിയ ചരിത്ര ചൊന്നിട്ട് ഇണ്ടത്തെ വാതു നിപ്പാട്ടട്ടാ. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആർന്നിട്ട് ഈ മജ്ലിസിനെ പിരിഞ്ഞിട്ട് പോണു. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ ഇൽമയുടെ മജ്ലിസിനെ ബറക്കത്ത് കൊണ്ടു നീ നമുക്കെല്ലാവർക്കും മരിക്കട ടൈമോലു നല്ല ഈമാനോടുകൂടെ മരിക്കൂ തൗഫീഖ് താ അല്ലാഹ്. സ്വർഗത്ത് കൊന്നു എത്തിട്ട് നിന്റെ കാടൊടു റബ്ബേ. ഇവിടെ ആരെ ഞങ്ങ കണ്ടെങ്കിലും നിന്റെ കാണ്ടത്തോലും ഞങ്ങൊരു സമാധാനം ഇല്ല. ആ സ്വർഗത്ത് എത്തിട്ട് നിന്റെ ഒന്ന് കാണുകൊള്ളു. വലിയ തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് താ റഹ്മാനേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു, നന്റെ ബാപ്പ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ ചരിത്ര ചൊന്നിട്ടു നാൻ എന്റെ ഇണ്ടത്തെ വാതു നിപ്പാട്ടെ. ഉമ്മമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു, നന്റെ ബാപ്പ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ മഹാന്റെ മരിപ്പ് മുട്ട വരുമ്പോ മരിക്കട തരത്തിൽ മുന്നോലു ഒന്ന് ബോധ നഷ്ടപ്പെട്ടു പോയിട്ട് നന്റെ ബാപ്പ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബോധ ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ആ ബോധ നഷ്ടപ്പെട്ടപ്പാ ഫബകൈതു അലൈഹി നന്റെ ബാപ്പ ഇങ്ങനെ ബോധയില്ലാണ്ട് കിടന്നിട്ടുള്ളത് കണ്ടപ്പ നക്ക് ബുൽപ്പ് പറകു സുറായിത്ത് നാനതാ ബുൽപ്പൊടുകു നോക്കിയ ബുൽപ്പുട്ട തെല്ല് നേരെ കൽഞ്ഞപ്പ ഫഅഫാഖ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു നന്റെ ബാപ്പ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുടെ ബോധത്തിൽ നിത്യ തെളിഞ്ഞു വന്ന് നഷ്ടപ്പെട്ടു പോയ ബോധ തിരിച്ചു കിട്ടിത്ത് അപ്പ നന്റെ ബാപ്പ നണ്ടയിലു ജന്തു മോളെ ബൽ ജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഇതാ നാനിപ്പ മരിക്കുക പോയോണ്ടുള്ള മരിപ്പ് ചൊല്ലത് എല്ലാവർക്കും ഹക്കല്ലേ. കേരളത്തില് താനൂരില് ബോട്ട് ദുരന്ത നടന്നപ്പാ ആ പോണുന്നു ആൽമാര് ഒരേ കുടുംബത്തെ പോണുന്നാല് ഒരേ ഔത്തറ ഒലിമ്പ ആള് ഇറിയട കാട്ടി യാറ ആള് ആ അപകടത്തിൽ മരിച്ചില്ലേ, ജീമ പോയില്ലേ. അങ്ങാതക പത്തുമ്പോ അങ്ങാരെങ്കിലും നിരിച്ചിന്നാറാ നങ്ങ മുങ്ങിട്ട് നങ്ങളെ ജീമ പോണ്ടു. അങ്ങനെ വിചാരിച്ചിട്ടിന്നെങ്ക് അങ്ങ ആരെങ്കിലും പത്താം താറാ പോവാൻ താറാ. ഇല്ല ഇല്ല, റബ്ബ് വിധിച്ചത് എപ്പ എവിടെ അത് നടക്കണേ. അങ്ങനെ മയ്യത്ത് അല്ല കണക്കാക്കിയേ അതാ കടലില് ആ ബോട്ട് മുങ്ങിട്ട് മരിക്കണു. അല്ലാഹു അങ്ങനത്തെ ഒരു മരിപ്പ് കണക്കാക്കിയപ്പോ അത് സംഭവിച്ചിട്ട് ഈ വാലുകളുടെ നൗഫൽ സഖാഫിയുടെ മരിപ്പ് എങ്ങനെ റബ്ബ് കണക്കാക്കിറാണ്ട് നക്ക് ഗൊന്തില്ല. നന്റെ ഉത്തരങ്ങളെ മരിപ്പ് എങ്ങനെ റബ്ബ് കണക്കാക്കിറാണ്ട് നക്ക് ഗൊന്തില്ല. നന്റെ കുടുംബത്തങ്ങളെ മരിപ്പു ഇതുപോലെ നിങ്ങളെ മരിപ്പ് അല്ല എങ്ങനെ കണക്കാക്കിറാണ്ട് ഗൊന്തില്ല. ഈ സ്റ്റേജിൽ നിന്നാണ് മരിക്കണൂട്ട് റബ്ബ് കണക്കാക്കിട്ടിന്നെങ്കിൽ നന്റെ മയ്യത്തല്ലാട്ടെ ഉടക്കും പോകില്ല. അല്ലാഹുവേ, ഇത് ഞങ്ങളെ ലാസ്റ്റ് വാലു ചൊൽത്താക്കണ്ട റഹ്മാനെ. ഇനിയും ചെമ്മ സദസ്സില് പോയിട്ട് വാലു ചൊന്നിട്ട് ഞങ്ങൾക്കൊന്നു നല്ലാവണു. നീ നക്കത് തൗഫീഖ് താ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഇതുപോലത്തെ സദസ്സില് കൂടക നീ ഭാഗ്യതാ റഹ്മാനെ. അല്ലാ
അതൊക്കെ തടാവിടം പോലത്തെ ഒരു സീക്ക്, ഒരു ഷർറ്, ഒരു സിഹറ്, ഒരു കണ്ണേറ്, ഒരു ശൈത്താനിയത്ത്, ഒരു ഹാസിദീങ്ങളെ ഹസദും, ഒരു ശത്രു വിഭാഗത്താൽമാരെ ശത്രുത്വവും നീ എല്ലാ ഷർറുടെ തൊട്ടു നീ ഞങ്ങളെല്ലാവരും സലാമത്താക്കി താ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖുർആന്റെ ആയത്തോതൊരു മോളെ ഖുർആൻ ചൊന്നുല്ലേ അതേ ബൽ ജാഅത്ത് സക്രത്തുൽ മൗതി മരിപ്പിട നൊമ്പല ഉണ്ടു ബിൽ ഹഖ് അതില്ലാണ്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട, അതിക്കില്ലാണ്ട് നിങ്ങൾ ആരും കിനാവിലും വിചാരിക്കണ്ട. ഓരോരുത്തർക്കും മംഗലങ്ങളതായ മരിപ്പിട നൊമ്പല ഉണ്ട്. അത് ഖുർആൻ ചൊന്നത് അതിരെ തൊട്ടു രക്ഷപ്പെടുകും നിങ്ങൾക്ക് ആർക്കും ആവുല്ല കേട്ടോ. പക്ഷേ മരിക്കുമ്പോ മരിപ്പിടുന്നുമ്പല ഒന്ന് കൊറടിയാവണോ ടാസ ഉല്ലങ്ങ ഒന്ന് കൈവയ്ത്തറാറാ മരിക്കട ടൈമുലും മരിപ്പിടുന്നുമ്പല ഒന്ന് കൊറടിയാവണു. അങ്ങനെ ആശ ഉല്ലങ്ങ ഒന്ന് കൈവയ്ത്തറു നോക്കാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് നിങ്ങക്ക് ഒരു സൂറത്ത് ചൊന്തണ്ടേ, ആ സൂറത്ത് നിങ്ങ എല്ലാ നാളും ഓതുകു നോക്കൊരു വാർത്തക ഒർക്കെങ്കിലും ഓതുകു നോക്കൊരു നാലുകു ആവില്ലെങ്കിലും എങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങ ആ സൂറത്ത് എപ്പോഴും ഓതിയോണ്ടുള്ളാറുണ്ടായെങ്കിൽ ഹദീസില് കണ്ട് അങ്ങനത്തെ ആൽമാർഗം മരിപ്പിട നൊമ്പല കൊറടിയാവിടൂ. അല്ലാഹു ഞങ്ങൾക്ക് ഭാഗ്യ തരട്ടെ. ആ സൂറത്ത് ഇണ്ടത്തെ വാതില് നാന് ചൊന്നിട്ട് നിന്റെ വാതൊന്നി പാടുക. മുഅ്മിനീങ്ങളെ, സിദ്ദീഖുൽ അക്ബർ തങ്ങ എത്ര വലിയ മഹാനല്ലേ, എന്നിട്ടും മഹാൻ എന്ത്ര ചൊന്നെ മോളെ മരിപ്പുകൊരു നൊമ്പല ഉണ്ടു, അതില്ലാണ്ട് ആവുല്ല കേട്ടോ. മറിച്ചിട്ടും പോയിട്ട് കബറിൽ കിടക്കുമ്പോ അവിടെ നക്കൊരു ബൊമ്പായിട്ട് കിടക്കണു. ഉടാർക്കും ബൊമ്പാവാ. നല്ല ബ്രാൻഡഡ് ടീഷർട്ടും പാൻറ്റും ഷൂ ഇട്ട് വന്നവണെങ്കിൽ ഏത് ബാലക്കാർക്കും ഇവിടെ ബൊമ്പാവാ. കയ്യില് തെല്ല് പൈസ ഇന്ന സാർത്ഥക്ക് ഏത് വലിയവണും വലിയ ബൊമ്പാവാ. ഉടാർക്കും ഈ നാറിയ ദുനിയാവുൽ ആർക്കും വലിയവണായിട്ട് നടക്കാ. ഉടല്ല ബൊമ്പാവണായോ കൊമ്പോയിട്ട് നന്റെ ഒരു നാല് കിടത്തിട ഒരു നാലില്ലേ. നാണ് മറിച്ചപ്പ തന്റെ ശിഷ്യന്മാര് നന്റെ മക്കതക്ക് വേണുമായ എല്ലാരും കൊമ്പോയിട്ട് നന്റെ കിടത്തിട ഒരു നാലില്ലേ. മുസ്ലിമീങ്ങളെ, അണ്ട് നന്റെ കബറില് നാനൊന്നു കിടക്കുമ്പോ നക്കവിടെ ഒരു വലിയ ബൊമ്പായിട്ട് കിടക്കണു. ഇവിടെ ചമ്മ ആൽമാര് വാല് കേക്കുക വന്നതുകൊണ്ട് നാനെന്തൊരു ബൊമ്പാ. ഈ വാളല്ല കബൂലാക്കെങ്കല്ലേ നാനൊരു ബൊമ്പാവുള്ളൂ. പക്ഷേ ദുനിയാവിലും നക്ക് നന്റെ വാലെത്ര ആൽമാര് കേക്കിടാറ്, നന്റെ വാലെത്ര ആൽമാര് സ്റ്റേറ്റസിൽ വയ്ക്കിടാറ്, എത്ര ഗ്രൂപ്പ് ഷെയറാക്കിടാറ്. അതുകൊണ്ട് നാനെന്തു ബൊമ്പാ. നാനൊരു ബൊമ്പാവണായ ഒരു നാളുണ്ടു. നന്റെ പോയിട്ട് കബറില് കിടത്തുമ്പോ ആ കബറില് നക്കൊരു ബൊമ്പായിട്ട് കിടക്കണു. മഹാന്മാര് ചൊന്നാറ് ലൈഫിൽ എപ്പോഴും നിങ്ങ നല്ല നല്ല കാര്യാക്കിയോണ്ടിന്നെങ്കിൽ നാളെ മറിച്ചിട്ട് കബറിലും പോയിട്ട് നിങ്ങളെ കിടത്തിയപ്പാ നിങ്ങളെ ബദലുക അല്ലാഹു ബാരവറാലെ പടക്കിടവുല കബറിലോ. എന്നിട്ട് ആ ആള് നിങ്ങളെ ഖബറിൽ ഇബാദത്ത് എടുക്കിടൂല. സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു ആ മഹാന് മരിച്ച പിന്നെ ഖബറിൽ ഇങ്ങനെ നോക്കുമ്പോ അതേ മഹാന്റെ അതേ രൂപത്തിലുള്ള ഒരാള് ഖബറിൽ നിസ്കരിച്ചോണ്ടുണ്ടു. ഇമാമിങ്ങ ഈ സംഭവത്തിന് ചെമ്മ വ്യാഖ്യാന എഴുതി വെച്ചിറാറ്. ഇമാം ഇസ്മാഈലുൽ ഹിഖിൽ ബറൂസമി റഹ്മത്തുള്ളാഹി അലൈഹി റൂഹുൽ ബയാനിൽ എഴുതി വെച്ച ഒരു വ്യാഖ്യാന പ്രകാര കാണ്ട് ആൽമാര് വിചാരിച്ചാറ് അത് സാബിത്തുൽ ബന്നാനി തങ്ങായിട്ടിക്കോ. അല്ല അല്ല, പല വ്യാഖ്യാനം ഉണ്ട്. അതിന് ഒരു ഭാഗനാതൊന്നുണ്ടല്ലോ. അത് ആ മഹാന്റെ രൂപത്തിലല്ല പടച്ച വേറെ ഒരാള്. ആ മഹാന്റെ ആ രൂപത്തിലല്ല എന്തിക്ക് പടച്ചോ ആ മഹാന്റെ കബറിലു ഖിയാമത്ത് നാലു തോലും ഇബാദത്തെടുക്കൂ.
ഇതുപോലെ നാനുടെ ചൊന്ന വാളുമെയ്യാവൂല്ലേ, നാനുടെ നിസ്കരിച്ച നിസ്കാരമെയ്യാവൂല്ലേ, ഇതറെ കാട്ടിയെല്ലാം നക്ക് നന്റെ കബറുൽ ചെമ്മ ഇബാദത്ത് കിട്ടുള്ളൂ. അത് കിട്ടണെങ്കിലാ ഞങ്ങ ദുനിയാവൊരു ചെമ്മ ഇബാദത്തെടുത്തെങ്കില് അല്ലാഹു ഞങ്ങളെ കബറുൽ വേറെ ഒരാളെ ഞങ്ങളെ രൂപത്തിലല്ല പടച്ചിട്ട് അയാളെ കൊണ്ട് അല്ല ഇബാദത്തെടുപ്പാട്രാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഹയാത്തും ഞങ്ങളെ മമാത്തും എല്ലാം നിന്റെ മർളാത്തിലും നിന്റെ റിളലും നീ ആക്കി താ റഹ്മാനേ. നിന്റെ പൊരുത്തത്തിലാക്കി താ റഹ്മാനേ, നിന്റെ തൃപ്തിയിലാക്കി താ റഹ്മാനേ. മരിക്കട ടൈമിലും മരിപ്പിട നൊമ്പല കൊറടിയിൽ കൊറടിയായിട്ട് നമുക്ക് മരിക്കണം. സക്കറാത്തറ നൊമ്പല കൊറടിയാവുള്ളൂ. ആസല്ല ഒന്നൊന്ന് കൈവയ്ത്തോറ് നോക്കാം. ഒരാസല്ല അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് ഒരു സൂറത്ത്, സൂറത്തു ഖാഫ്. ആ ഖാഫിലുള്ള സൂറത്ത് ഹദീസിൽ കണ്ട് മൻ ഖറഅ സൂറത്ത ഖാഫ്, ഖാഫിലുള്ള സൂറത്ത് അതിൽ ഒരാൾ ഓതിയെങ്കിൽ ഖാഫ് ചൊന്നെങ്കിൽ ಅದರ ಬಗ್ಗೆ ಇಪ್ಪಂದು ಚೊಲ್ಲೋ ಟೈಮ್ ಇಲ್ಲ. ಕೊರಿಯಂಗ ಚೊನ್ನಾರ അല്ലാഹുടെ പേരായിട്ട് ഇക്കിട്. വേറെ കൊരിയಂಗ ചൊന്നാർ ഖാഫ് മല കണ്ട പൂങ്കാറ്റേ പാട്ട് കേട്ടില്ലേ? അപ്പൊ ഖാഫ് ചൊന്നെങ്കിൽ ഒരു ജബൽ, അതൊരു പർവ്വതായിട്ട് ഇക്കിട്. ഇങ്ങനെ ചെമ്മ വ്യാഖ്യാനം ഉണ്ട്. ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോണ്ടില്ല. കൂട്ടത്തിൽ വളരെ പ്രധാനമായ വ്യാഖ്യാനം ഖാഫ് ഇസ്മും മിൻ അസ്മാഇല്ലാഹി തആല, അല്ലാഹുടെ പേരുടെ കൂട്ടത്തിൽ ഒരു പേരായിട്ട് ഇക്കിട് ഖാഫ്. ആ പേരുള്ള സൂറത്ത് ഖാഫ് ഓതറാണ് എങ്കിൽ ഹവ്വനല്ലാഹു അലൈഹി സക്കറാത്തുൽ മൗത്ത്, മരിപ്പിട നൊമ്പല അല്ലാഹു അവനക്ക് കൊറടിയാക്കി കൊടുക്കടാട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇടക്കിടക്ക് നാലുകും ഖാഫ് സൂറത്ത് ഓതിട്ട് തീർക്കായില്ലെങ്കിലും ഒരു വാർത്ത ഓർക്ക, ഒരു 5-4 ഓർക്ക, ഒരു ഖാഫ് സൂറത്ത് ഓതിട്ട് തീർക്കുള്ള ഒരു ടൈം കണ്ടെത്തണു. ചെമ്മ വലിയ സൂറത്ത് എന്തും അല്ല. വാരം എടുക്കൊണ്ട് എന്തും ഇല്ല, 5-4 എടുക്കൊണ്ട് എന്തും ഇല്ല. ഒരു 4 മെയ്യ അവിടെ ഓതോനെങ്കിൽ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ.